കണ്ടോ എന്റെ കയ്യിലിരിക്കുന്ന ഈ പാല് എന്റെ അടുത്ത് നിൽക്കുന്ന ഈ ശിഷ്യൻ വലിച്ചു കുടിക്കുകയാണ്, മറ്റൊന്നിന്റെയും സഹായമില്ലാതെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നീ വലിച്ചു കുടിക്കണ പാല് വലിച്ച് കുറച്ച് കുറച്ച് കുടിച്ച് കുറച്ച് കുടി, പാല് ഇറങ്ങി പോകുന്നത് കണ്ടോ? അവിടെ കൊണ്ട് വെക്കൂ. ഇതാണ് പറഞ്ഞേ. നാണമാവൂല്ലേ? എത്ര കാലമായി ഈ ചക്കരെ കൊണ്ട് പാല് കുടിപ്പിക്കാൻ തുടങ്ങിയിട്ട്? നിനക്കെന്നാ പരിപാടി ഇല്ലെങ്കിലും പ്രാക്ടീസിന് ഒരു കുറവും വരുത്തരുത്. എടാ, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പരിപാടി ഉണ്ടാക്കി വെച്ചാലേ ഉള്ളു പരിപാടി വരുമ്പോ നമുക്ക് ഒന്നും തെറ്റാതെ കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ മര്യാദക്ക് ഒരു മജീഷിന്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ഞാനാ. നിങ്ങളുടെ ഒരാളുടെ വാക്ക് കേട്ടിട്ടാണ് അത് കളഞ്ഞോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ എന്നാ വാക്ക് തന്നെ എന്നാ വാക്ക് തന്നതാ? നിങ്ങളല്ലേ പറഞ്ഞത് ഏഴാം കടലിന്റെ അക്കരെ ഒരു സ്വർഗമുണ്ട്, അമേരിക്കയിലെ ഷോയില് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. ഈ പുഴക്കൊക്കെ ഒരു ഷോ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? എന്നിട്ടാണ് ഏഴാം കടലിന്റെ അക്കരെ പോകാൻ നടക്കുന്നത്. എങ്ങനെ കൊണ്ടുപോകാനാ? അതെ, നിനക്കൊക്കെ ലക്ക് വേണം. നിനക്കൊക്കെ ലക്ക് ഇല്ലാത്താണ് ഏറ്റവും വലിയ പ്രശ്നം. അയ്യോ, ഞങ്ങൾക്ക് ലക്കില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് ലുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. എടാ, എന്റെ പേരെന്നാ നിനക്കറിയോ? എന്തുവാ? പ്രൊഫസർ രംഗുൻബാല. ഇവിടം വരെ എത്തിയത് ഈ മാജിക്ക് കാണിച്ചതാ. ഓരോ മജീഷ്യന്മാരെ കാണണം. എന്നാ ലുക്കാന്നറിയാമോ? ബുൾഗ താടിയും ചുവന്ന തുടുത്ത കണ്ണും ചിലരെ കണ്ട പേടി തോന്നും. ഇത് കണ്ടില്ലേ? ഓത്തിന് മുക്കിപ്പൊടി കൊടുത്ത പോലത്തെ ഒരു സാധനം. നിനക്കൊക്കെ ലുക്ക് വരാൻ വേണ്ടി ഞാൻ മുളക് പൊടി എടുത്ത് കണ്ണിട്ട് മിടിപ്പിച്ചു വെക്കാടാ. എന്റെ കൂടെ ശിഷ്യന്മാരായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാ മതി. എന്റെ കൂട്ടത്തിൽ അവൻ നിൽക്കുന്നുണ്ടല്ലോ, അവൻ എന്തെല്ലാം മാജിക്കൽ കാണിക്കുന്നു. എന്റെ ആശാനം, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ എന്തെങ്കിലും വെറൈറ്റി സാധനം ചെയ്യണം. ഇപ്പൊ തന്നെ നമ്മുടെ അമ്പലത്തില് ദീപാരാധനയുടെ സമയത്ത് ഭയങ്കര ജനമാണ്. ആ സമയത്ത് ആശാൻ ചെന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാമോ? അവിടത്തെ ദേവിയുടെ വിഗ്രഹം അങ്ങ് വാനിഷ് ചെയ്ത് കളഞ്ഞേക്കണം. ആശാന് നല്ല പേരായിരിക്കും, നല്ല കൈയടി കിട്ടും, നല്ല അപ്ലാസും ആയിരിക്കും. എടാ, നീ ഒറ്റയൊരുത്തം പറഞ്ഞ വാക്ക് കേട്ടിട്ട് കോട്ടയത്ത് ഒരു പള്ളിയിലെ അവിടുത്തെ പണ്ടാരെപ്പറ്റി ഞാൻ അപ്രത്യക്ഷമാക്കിയ കേസ് ഇതുവരെയും തീർന്നിട്ടില്ല. അന്നേരം ഞാൻ ഈ അടുത്ത അപ്രത്യക്ഷമാക്കാൻ പോകുന്നത്. നമുക്ക് ആ പഴയ മൊയിലിന്റെ സാധനം തന്നെ ചെയ്താൽ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ആശാനെ, അതൊക്കെ വീട്. ആശാന് വാനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ലൈവായിട്ട് സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കും. ഓഡിയൻസിൽ നിന്ന് ഒരാളെ കൊണ്ട് വിളിക്കാം, ഒന്നുകൂടെ വന്നേ, എന്നിട്ട് ആശാൻ അവനെ നിർത്തിയിട്ട് അവന്റെ തലയിൽ ലൈവായിട്ട് ഒരു ചായ കണ്ട് തിളപ്പിക്ക്. അപ്പൊ തന്നെ ജനം നമ്മുടെ പരിപാടി നൂറിപ്പോവും. അപ്പൊ എന്റെ പുക കണ്ടിട്ട് നീ അടങ്ങുള്ളല്ലേ? എന്താണ്? എടാ, നീ ഇതേപോലെ ഇന്നാള് പറഞ്ഞു കേട്ടിട്ട് ഞാൻ ആ ബാങ്കിന്റെ ഒരു പരിപാടിക്ക് പോയിരുന്നോ? അവിടുത്തെ പരിപാടി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതേപോലെ അതിന്റെ ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് വിളിച്ചു. ബാങ്കിന്റെ മാനേജരായിരുന്നു. അയാളുടെ തലയിൽ പാത്രം വെച്ച് തീ തിളപ്പിച്ച് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. 10,000 രൂപയുടെ പരിപാടിയായിരുന്നു. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ 50,000 രൂപ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. അയാളുടെ തലയിലെ വിഗ്ഗായിരുന്നു, അത് ഇന്നങ്ങ് കത്തിയില്ലേ? അതിന്റെ കാശ് ഞാൻ കൊടുക്കണമെന്നില്ലേ? അതുകൊണ്ട് അതൊന്നും വേണ്ട, നമുക്ക് ഈ മൊയിലിന്റെ ആ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. മൊയിലിന് നല്ല ഐറ്റം അല്ലേ? എന്താ ഐറ്റം? എടാ, മൊയിലിനെ നമ്മൾ കേൾക്കുന്നു, അത് പ്രാവാക്കി പറത്തി വിടുന്നു. അത് നല്ല രസമുള്ള. എന്തോ പറഞ്ഞത്? അല്ല, ഞാനിപ്പോ സ്ഥിരം കാണിക്കുന്ന മൊയിലിന്റെ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് ചെയ്യുന്ന പറയായിരുന്നു. അയ്യോ, കഴിഞ്ഞ ആഴ്ച പിന്നെ നിങ്ങളുടെ കൂട്ടുകാരന്മാര് വന്നപ്പോ പിന്നെ എന്തോ എടുത്തിട്ടാ വെച്ചു കൊടുത്തത്? ആ മുയലിനെ തട്ടിയാ കറി വെച്ചത്. മുയലിനെ കൊന്ന? പിന്നല്ലാതെ. എടി, അതെന്റെ ജീവിത മാർഗമല്ലായിരുന്നു. അതെടുത്ത് നീ കൊന്ന. ആ കണക്കിന് ഇവിടുത്തെ പ്രാവിനെല്ലാം കൊന്നു കാണുമല്ലോ. അത് എപ്പോഴേ വന്ന്? കഴിഞ്ഞ തിങ്കളാഴ്ച നിങ്ങളുടെ അളിയനും പെങ്ങളും വന്നപ്പോ പിന്നെ എന്തെടുത്ത് കറി വെച്ചെന്നാ നിങ്ങൾ കരുതിയത്? അത് ചിക്കൻ അല്ലായിരുന്നോ? പിന്നെ ചിക്കനാണെന്ന് പറഞ്ഞോണ്ട് ഞാൻ പ്രാവിറച്ചിയാ വെച്ചത്. ചേച്ചിക്കൊക്കെ ഒരു മനസാക്ഷി എന്താ? വേറെ എന്തോ ആയിക്കോട്ടെ, ഇത്ര പോന്ന പ്രാവ് കുഞ്ഞുങ്ങളെ ചുട്ടരിച്ച് കളഞ്ഞല്ലേ? അതിന്റെ കഴുത്തിൽ കത്തി വെച്ച് അതിനെ കൊന്നു കളഞ്ഞിട്ട് അതിന്റെ പപ്പും പൂടയും പറിച്ചിട്ട് അതിൽ മൊത്തം മുളകും കുരുമുളകും എല്ലാം തേച്ചിട്ട് എണ്ണയിലിട്ട് വറുത്തല്ലേ? ഒരു കഷ്ണം ഇരിക്കുന്നവരായിരുന്നില്ലേ? എനിക്ക് പൈന്റെ കാണാട്ടോ കിഴങ്ങ. എന്റെ പ്രാവിനെ പോയി ഞാൻ ഇനി ഐറ്റം എന്നെ എടുത്തിട്ട് കാണിക്കും. ഇവിടെ നിന്ന് വളവള വർത്താനം പറയാതെ പോയി റേഷൻ കടയിൽ പോയി അരി മണ്ണെണ്ണ മേടിച്ചോണ്ട് വാ. ആരി? ഞാനാ? ഈ പ്രൊഫസർ രംഗുൻബാല ഈ തൊപ്പിയും കോട്ടും ഒക്കെ ഇട്ട് സൈക്കിളിൽ ചവിട്ടി റേഷൻ കടയിൽ ചെന്ന് അവിടെ ക്യൂ നിന്ന് റേഷൻ വാങ്ങിച്ചോണ്ട് പറയണോ? എന്നെ ആൾക്കാർ കണ്ട എന്നെ തെറ്റിദ്ധരിക്കൂലേ? അയ്യോ, ഇവിടെ ഇങ്ങനെ വാനിഷ് ചെയ്ത് കളിക്കുമല്ലേ? ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം കഴുകി ഇങ്ങോട്ട് വരുമല്ലോ, കയ്യും കഴുകി വന്നിരിക്കുമ്പോ പ്ലേറ്റ് ഞാൻ വെറുതെ കൊണ്ട് വെച്ച് തരാം. ഈ വാനിഷ് ആക്കിയ പോലെ കുറെ സാധനം ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെടുത്തി ആ പ്ലേറ്റിലോട്ട് വെക്ക്, എന്നിട്ട് വാരി തിന്നു. ഞാൻ എന്നാ ചെയ്യണ്ടായി? ഒരുത്തരും ദാരിദ്ര്യാവെന്നും പറഞ്ഞ് ഇങ്ങനെ കാട് കയറരുതിരി. ഒരു കാര്യം റേഷൻ കടയിൽ പോയ പോരെ? എടാ, നീ ഒന്ന് റേഷൻ കടയിൽ പോയിട്ട് വന്നേ. ആരാന്ന് വെച്ചാ പോയിച്ചുമ്മാ. ഞാനാ? എന്റെ ആശാന്റെ ശിഷ്യനായ ഞാൻ പോയി റേഷൻ കടയിൽ ക്യൂ നിന്നാൽ അതിന്റെ കുറച്ചില് ആശാനല്ലേ? ആശാനെ ഇല്ലടാ, എനിക്ക് കുറച്ചില്ലെങ്കിൽ പിന്നെ നിനക്കെന്ത് കുറച്ചില്ല? എനിക്ക് കുറച്ചിലുണ്ട്, അങ്ങനെ എന്നെ കിട്ടൂല. എന്നാ പിന്നെ അവന്റെ നോട്ടം തന്നെ താല്പര്യമില്ലാത്ത പിന്നെ നിനക്കൊന്നും റേഷൻ ഇല്ല. ഞാൻ തന്നെ സഞ്ചി എടുത്തോണ്ട്. അതാണ് നല്ലത്, അതാ ബെറ്റർ. വൈകിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ? മനുഷ്യനായി ജനിച്ചു പോയില്ലേ? അകത്ത് പോയി ആ വിറകെന്തെങ്കിലും കീറാൻ നിൽക്ക്.
ഉച്ചക്ക് എന്തായാലും രണ്ടെണ്ണമെങ്കിൽ മതി. നമസ്കാരം. നമസ്കാരം. പ്രൊഫസർ രൺകുൺ ബാല. ഞാനാണ് രൺകുൺ ബാല. ശരിക്കും? അയ്യോ സാർ ഇത്രയും ഗ്ലാമർ ആയിരുന്നോ? അതെ. അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു സാറേ. മറ്റേ കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് അങ്ങനല്ലേ? അല്ല, അത് ഞാൻ ഷോ ചെയ്യുമ്പോൾ മാത്രമേ ആ കോസ്റ്റ്യൂം യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ കാഷ്വൽ ഡ്രസ്സിലായിരിക്കും. ഞാനാണെങ്കിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ആരാധനയാ സാറിനോട്. എന്റെ ദൈവമേ, എന്റെ ആരാധികയ്ക്ക് ഞാനിപ്പോ എന്താണ് തരേണ്ടത് എനിക്ക് പെട്ടെന്ന്. അയ്യോ സാർ ഇത് എവിടുന്ന് എടുത്ത്? സാർ ഇത് എവിടുന്ന് എടുത്ത്? എന്റെ വെറും ടെക്നിക്കല്ലേ. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് പൂവായിട്ടും പുഷ്പമായിട്ടും പൂത്തുമ്പികളെയും ഒക്കെ ഇങ്ങനെ ഞാൻ പിറക്കിയെടുക്കും. എന്നാ എനിക്കൊരു ആപ്പിൾ എടുത്ത് തരുമോ? ആപ്പിൾ ഇപ്പൊ എടുക്കാൻ പറ്റില്ല. കാശ്മീരിൽ ആപ്പിളിന് ഭയങ്കര വിലയാണ്. അത് കാരണം ആ സാധനം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നില്ല. അപ്പൊ ആപ്പിളിന് കിട്ടാൻ ഇത്തിരി പ്രയാസമായിരിക്കും സാറേ. ഇത് അവിടെ എവിടെ കിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഇഷ്ടം പോലെ ഞാൻ ആ വായുന്നൊക്കെ എടുക്കും. സാറേ പിന്നെ ഞാനൊരു ഭയങ്കര റിക്വസ്റ്റ് ആയിട്ടാ വന്നേക്കുന്നത്. പറയൂ, എന്താണ്? എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് സാറേ. പക്ഷെ അവിടെ അതിനകത്ത് വ്യൂവേഴ്സ് ഒക്കെ കുറവാ. അപ്പൊ ഞാൻ ഇവിടെ വന്ന് കുറച്ച് മാജിക് ഒക്കെ പഠിച്ചു കഴിഞ്ഞാലേ അത് വ്യൂവേഴ്സ് ഒക്കെ കൂടുമല്ലോ. എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് ഒക്കെ കാണിച്ചു. അപ്പൊ എന്നെ സാറ് ശിക്ഷയായിട്ടങ്ങ് എടുക്കണം. അതെന്താ, എന്റെ ടെക്നിക്സ് എല്ലാം ഞാൻ പഠിപ്പിച്ചു തന്നേക്കാം. ശിക്ഷയായിട്ടൊക്കെ എടുക്കാം. പക്ഷെ ആദ്യം എനിക്ക് ദക്ഷിണ വെക്കണം. അയ്യോ ദക്ഷിണ വെറ്റേം പാക്കുമെന്ന് ഞാൻ കൊണ്ടുവന്നില്ല. കുഴപ്പമില്ല, പണമായിട്ട് എന്തെങ്കിലും തന്നാലും മതി. 2000 രൂപയുണ്ട്. ധാരാളം, അത് മതി. ഇത് മതിയോ? പിന്നെ ഇത് സ്വീകരിച്ചിട്ട് സാർ എന്നെ ശിക്ഷയായിട്ട് അങ്ങ് എടുക്കണം. അപ്പൊ എന്റെ ശിക്ഷയായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ നാളെ തുടങ്ങി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. എനിക്ക് ഫോൺ നമ്പർ തന്നാൽ മതി, ഞാൻ വീട്ടിൽ വന്ന് ക്ലാസ് എടുത്തോളാം. അയ്യോ വീട്ടിൽ വരണ്ടേ? എന്റെ വീട്ടിൽ ഇതുപോലത്തെ ബോക്സും ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ല സാറേ. അത് കുഴപ്പമില്ല, ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാന്തേ. വീട് എവിടെ എന്ന് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യടാ, ഒരു JCB അറേഞ്ച് ചെയ്ത് വന്നിട്ട് ഈ വീട് തോണ്ടിയിട്ട് അവളെ വീട്ടിൽ കൊണ്ടിട്ട് കൊടുക്കടാ. നീ ഏതോ കുട്ടി? അയ്യോ സാറിന്റെ കോട്ടൊക്കെ ഇട്ടുണ്ട്. ഇതാരാ? അത് ഇവിടുത്തെ ഒരു വേല. അല്ല, കുട്ടി എന്തിനു ഇവിടെ വന്നാണ്? ഞാന് രംഗുൺ ബാല കാണാൻ വന്ന. ആ രംഗുൺ ബാലയാണ് ഈ നിൽക്കുന്ന രംഗുൺ ബാല. ഞാനാണ് പ്രൊഫസർ രംഗുൺ ബാല, മജീഷ്യൻ. ഈ സാറല്ലേ ഇത്? ഇവൻ എന്റെ ശിഷ്യൻ. ഇവന്മാർ രണ്ടുപേരും എന്റെ അടുത്ത് വന്ന് മാജിക് പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന ശിഷ്യന്മാരാണ്. അപ്പൊ ശരിക്കും രംഗുൺ ബാല ഞാനാണ്. ഓ സാറായിരുന്നോ? അയ്യോ സാറേ, എനിക്ക് എങ്ങനെ പറയാ? ഇതാണ് കറക്റ്റ്. ഇങ്ങനത്തെ കോട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ട്. എടാ മോനെ, ഞാൻ ഇന്നലെ നിന്നെ പഠിപ്പിച്ചെന്നല്ലോ സാധനം, ആ ചെറിയ കുടയുടെ ഐറ്റം. ആ കുട്ടിയെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓ നന്നായി വരും. ഞാന് എനിക്ക് കുറെ ശിഷ്യന്മാരുണ്ടെങ്കിൽ ഇത് അതേപോലത്തെ ഒരു ശിഷ്യനാണ്. അവൻ പറഞ്ഞു നിന്നോട് ഇവനാണ് കുരു രംഗുൺവാല ഇതാണെന്ന് പറഞ്ഞു. രംഗുൺവാല, നിന്റെ രംഗുൺവാല ഒരു ദിവസം അടിക്ക് പൊളിക്ക് ഞാൻ കേട്ടോ. ആ തുടങ്ങി കളി. നോക്കൂ ഒന്നുമില്ല, നോക്കൂ ഒന്നുമില്ല. മറ്റേ സാധനം ചേരാ. കണ്ടോ, ഇതേപോലുള്ള 100 കണക്കിന് മാജിക് ഞാൻ എന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നന്നാകാത്ത ഒരുത്തൻ ഇവൻ മാത്രമേ ഉള്ളൂ. പിന്നെ ശിഷ്യൻ ഇതാണെങ്കിൽ ഗുരു എന്തായിരിക്കും? ഗുരു ഒന്നുമല്ല, അതല്ലേ ഏറ്റവും വലിയ തമാശ. നീ എന്താ കുടിക്കാൻ വേണ്ട? പാല് വേണം? അല്ല അതൊന്നും വേണ്ട. ഞാനിപ്പോ ഒരു ദക്ഷിണ തരണമെന്ന് പറഞ്ഞാൽ ദക്ഷിണ തരണം, അനുഗ്രഹം വാങ്ങിക്കണമല്ലോ. ദക്ഷിണ കൊടുക്കണം. ആ പൈസ ഇങ്ങനെ തരുമോ? ഈ കാശ് ഞാൻ തരൂല, എനിക്ക് ഫോൺ റീചാർജ് ചെയ്യണം, വേറെ ഒരുപാട്. അല്ലടാ, അത് എനിക്ക് കൊണ്ടുവന്ന ദക്ഷിണയാണ്. അത് ഞാൻ 2000 രൂപ കൊടുത്തായിരുന്നു. 2000 നീ കൊടുത്തത്? ഞാൻ തരില്ല. എനിക്കുള്ള എന്റെ 50 സത്യമായിട്ട് ചത്താലും ഞാൻ തരില്ല. ഞാൻ എന്റെ വിഷയം പറഞ്ഞില്ല ഇതുവരെ. എന്താണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിനകത്ത് കുറച്ച് വ്യൂവേഴ്സേ ഉള്ളു. അപ്പൊ എനിക്ക് ഇവിടെ വന്ന് കുറച്ച് മാജിക് ഒക്കെ പഠിച്ചു കഴിയുമ്പോ എനിക്ക് വ്യൂവേഴ്സ് ഒക്കെ കൂടുമല്ലോ. മനസ്സിലായി. സാറൊന്ന് മനസ്സ് വെച്ചിട്ട് എനിക്ക് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരണം. കുറെ, അതായത് ഞുറുക്ക് മാജിക്കുകൾ പഠിക്കണം. മോളെന്താ കുടിക്കാനായിട്ട് വേണ്ട? ചായ, കാപ്പി, എനിക്ക് ഹോർലിക്സ് ഇട്ട പാല് മതി. ഹോർലിക്സ് ഇട്ട പാല് മതി. അതാണ് എന്നും? അതാ എന്നും ഞാൻ ഒരു കവർ പാല് വാങ്ങിച്ചോണ്ട് വന്നേ. എങ്ങനെ? പാല് ഒരു കവർ വാങ്ങിച്ചോണ്ട് വരെ. ഞാനാ? പാല് പാല് പോയി വാങ്ങിച്ചോണ്ട് വാ. ഞാൻ കടയിൽ പോയി. നീ കടയിൽ പോയി വാങ്ങിക്കണം. നീ എന്റെ ശിഷ്യനാണ്, ചെല്ലി. സാറേ അപ്പൊ ഇത് എങ്ങനെയാണ് ഞാനത് പഠിക്കേണ്ടത്? എങ്ങനെ ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ മാജിക് എന്ന് പറയുന്ന ഒരു മിറാക്കിളാണ്. ഓ ശരി. നമ്മുടെ ഹൃദയവും നമ്മുടെ കൈകളുടെ കണ്ണെന്റെ അടുത്ത് മനസ്സെത്തിൻ്റെ അടുത്ത് കണ്ണെത്തണം. അങ്ങനത്തെ ഒരു സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ കൈ ഉണ്ട്, അപ്പുറം ചുപ്രാം. എന്നാ അല്ല, ഏത് കളറ് പാലാണ് മേടിക്കേണ്ടത് ചോദിക്കാൻ മറന്നുപോയി.
പച്ച കളർ വാങ്ങിച്ചു. പച്ച കളർ പാല് വാങ്ങിച്ചു. ചെല്ലേ ചെല്ലേ പോടാ. അപ്രാ ചുപ്രാ അല്ലല്ല, ഞാൻ എന്റെ വിരലുകളുമായിട്ട് നമ്മൾ സിങ്ക് ആക്കണം. ഇത്തിരി കൂടെ അടുത്ത് നിന്നു. അപ്രാം ചുപ്ര വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോ വേറൊരു സാധനം നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് എന്നാ അവിടെ പച്ച കളർ പാലൊന്നുമില്ല. പിന്നെ എന്നാ കളർ പാലുണ്ട് അവിടെ? അവിടെ ഉള്ളത് നീല കളർ പാലാണ്. മതി, നീല കളർ വാങ്ങിച്ചാ മതി. ചെല്ലു വാങ്ങിച്ചോണ്ട് വാ. നീല കളർ പാല് മതി. ചെല്ലടാ. ഓ ഒന്നും സിമ്പാണിത്. ഞാൻ ഈ ഐറ്റം ഒന്നും അവനെ പഠിപ്പിച്ചിട്ടില്ല. അല്ല അത് വേണ്ട, ഇനി വേറെ എന്തെങ്കിലും പറ. വേറെ എന്നതാ നമുക്ക് വേണ്ട? ഞാൻ വേറെ ഒരു സാധനം കഴിക്കാം. നമ്മുടെ പുതിയൊരു സാധനമുണ്ട്, വാനിഷ് ചെയ്യുന്നൊരു സാധനം ചെയ്യാം. ആ ഒരു സാധനത്തിന് മുമ്പ് നമ്മൾ ആദ്യം വേണ്ടത് കോൺസെൻട്രേഷൻ ആണ്. എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കും. കോൺസെൻട്രേഷൻ വരും. ഇല്ലേ? എന്നാ അവിടെ നീല കളറും പച്ച കളറും ഒന്നുമില്ല, ആകെ വെള്ള കളർ പാലേ ഉള്ളൂ. വെള്ള കളർ പാലുണ്ടോ? പാല് വെള്ള കളറേ ഉള്ളൂ, വേറെ കളറിൽ പാൽ ഇറങ്ങിയിട്ടേ ഇല്ല. നീ ഒരു കാര്യം ചെയ്യ്, പാലിന് പോണ്ട, നീ അവിടെ നിന്നു. ഞാൻ ഈ കൊച്ചിനെ ഒരു വാനിഷ് ഒന്ന് പഠിപ്പിക്കട്ടെ. ഞാൻ പഠിച്ചിട്ട് വരാം. പഠിച്ചിട്ട് കേറ്. ഇതിന്റെ അകത്താണ് നമ്മള് ഒരാളെ കയറ്റി കഴിഞ്ഞാല് ഞാൻ മന്ത്രം ചൊല്ലി കഴിയുമ്പോൾ ആളെ കാണത്തേയില്ല. വീട്ടുകാർ തിരക്കി വരത്തില്ലേ? ഇല്ല, വേറെ സ്ഥലത്ത് നമ്മൾ ഉദിക്കും. ആണോ? ഇവിടെ അസ്തമിച്ചിട്ട് അപ്പുറം നമ്മൾ ഉദിക്കുകയാണ്. അങ്ങനെ ഒരു സാധനം. മോളൊന്ന് കേറിക്കേ. ഞാനിത് കയറണം. ഇതിനകത്ത് കയറണം. ഞാനിത് കയറി സാറ് പുറത്ത് നിന്നത് മന്ത്രം ചൊല്ലി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങോട്ട് തള്ളിക്കൂ. അല്ല, ഇതിന്റെ അകത്തുനിന്നേ ചിലപ്പോ കത്തികളൊക്കെ ഇങ്ങനെ കുത്തിക്കയറ്റും. അത് നമ്മളെ ദേഹത്ത് പറ്റാതിരിക്കാൻ വേണ്ടിട്ട് ചില ടെക്നിക്കലുണ്ട്. അന്ന് ഒതുങ്ങി ഇങ്ങനെയൊക്കെ ഒതുക്കി കൊടുക്കുന്നത്. ആ ഒരു സാധനം കാണിച്ചിട്ട് ഇറങ്ങിക്കോളാം. അല്ല കുഴപ്പമില്ല, ഇല്ല ഒരു കുഴപ്പമില്ല. അല്ല ഇത് ഞാൻ അനുവദിക്കൂല. ഒരു കുഴപ്പമില്ല. സാറിനെ വാനിഷ് ചെയ്യാനായിട്ട് പെട്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അത് അയാള് സ്ഥിരം കാരണല്ലേ, പിന്നെ എന്നെ വിളിക്കാൻ എന്തിനാ? സാർ ഒറ്റക്കല്ല, ഇവിടെ ഒരു പെണ്ണുണ്ട്, തുറന്നു നോക്ക്. പെണ്ണാ? ചേച്ചി മാജിക്ക് പഠിക്കാൻ വന്നാണെങ്കിൽ ഇവിടുന്ന് പഠിക്കല്ലേ? ആ സാറ് ചീത്തയാ. ഇല്ല, ഞാൻ അപ്രതീക്ഷിതമാക്കാൻ ശ്രമിച്ചതായി. കുഞ്ഞ് അപ്രതീക്ഷിതമാകുന്നില്ല. മാജിക്ക് പഠിക്കാനായിട്ട് വന്ന ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കായിരുന്നു അകത്ത് കയറ്റി. ഒരു വാനിഷിങ് നാളായല്ലോ വാനിഷിങ് തുടങ്ങിയിട്ട്. 15 വർഷം മുമ്പ് എന്നെ പഞ്ചായത്ത് ഗ്രൗണ്ട് വെച്ച് ഒന്ന് വാനിഷ് ചെയ്തിട്ട് പിന്നെ ഈ വീട്ടിലാ പൊങ്ങിയത്. അയാളുടെ ഒരു വാനിഷിങ് ഇന്ന് ഞാൻ തന്നെ വാനിഷാക്കൂടെ.